കലാശപ്പോരിൽ പാകിസ്ഥാനെതിരെ പൊരുതി നേടിയ വിജയവുമായി ഇന്ത്യ ഏഷ്യ കപ്പ് കിരീടത്തിൽ മുത്തമിട്ടു. പാകിസ്ഥാൻ ഉയർത്തിയ 147 റൺസ് വിജയലക്ഷ്യം 19.4 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത്. തിലക് വർമ്മ പ്ലെയർ ഓഫ് ദി മാച്ചും കുൽദീപ് യാദവ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റുമായി. അവസാന ഓവർ വരെ നീണ്ട കലാശപ്പോരിൽ പാകിസ്ഥാനെതിരെ പൊരുതി നേടിയ വിജയത്തോടെ ഏഷ്യാകപ്പ് കിരീടത്തിൽ 9ാം തവണയും ഇന്ത്യ മുത്തമിട്ടു. പാകിസ്ഥാൻ ഉയർത്തിയ 147 റൺസ് വിജയലക്ഷ്യം 19.4 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത്. അർദ്ധ സെഞ്ചുറി നേടിയ തിലക് വർമ്മ, ശിവം ദുബെ, സഞ്ജു സാംസൺ എന്നിവരുടെ ബാറ്റിംഗാണ് ഇന്ത്യക്ക് കരുത്തായത്. തിലക് വർമ്മയാണ് പ്ലെയർ ഓഫ് മാച്ച്. ടൂർണമെന്റിൽ 17 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി. മറുപടി ബാറ്റിംഗിൽ പവർ പ്ലേയിൽ തന്നെ ഇന്ത്യക്ക് 3 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. അഭിഷേക് ശർമ്മയെയും ശുഭ്മാൻ ഗില്ലിനെയും ഫഹീം അഷ്റഫ് പുറത്താക്കിയപ്പോൾ ഷഹീൻ അഫ്രീദിക്കാണ് സൂര്യകുമാറിന്റെ വിക്കറ്റ്. പവർ പ്ലേ അവസാനിച്ചപ്പോൾ 36-3 എന്ന നിലയിലായിരുന്നു ഇന്ത്യ. തിലക് വർമ്മയും സഞ്ജുവും ചേർന്നാണ് വലിയ തകർച്ചയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചത്. 4ാം വിക്കറ്റിൽ ഒന്നിച്ച ഇരുവരും ചേർന്ന് 57 റൺസ് സ്കോർ ബോർഡിൽ കൂട്ടിച്ചേർത്തു. തിലക് 4 സിക്സും 3 ഫോറും, സഞ്ജു 1 സിക്സും 2 ഫോറും അടിച്ചു. 13ാം ഓവറിൽ അബ്രാർ അഹമ്മദാണ് സഞ്ജുവിനെ വീഴ്ത്തിയത്. നേരത്തെ അബ്രാം തന്നെ എറിഞ്ഞ 8ാം ഓവറിൽ 12 റൺസുമായി നിന്ന സഞ്ജുവിനെ പാക് ഫീൽഡർ ഹുസൈൻ തലാത്ത് ഡ്രോപ്പ് ചെയ്തിരുന്നു. പിന്നാലെ എത്തിയ ശിവം ദുബെ തിലകയ്ക്ക് മികച്ച പിന്തുണ നൽകിയതോടെ ഇന്ത്യ വിജയത്തിലേക്കടുത്തു. 19ാം ഓവറിൽ ദുബെയെ വീഴ്ത്തി ഫഹീം അഷ്റഫ് പാകിസ്ഥാന് വീണ്ടും പ്രതീക്ഷ നൽകി. അവസാന ഓവറിൽ 10 റൺസായിരുന്നു ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. ആദ്യ പന്തിൽ ഡബിൾ എടുത്ത തിലക് 2ാം പന്തിൽ 6 അടിച്ചു. 3ാം പന്തിൽ സിംഗിൾ, 4ാം പന്തിൽ 4 അടിച്ച് റിങ്കു സിംഗ് ഇന്ത്യയുടെ വിജയ റൺ കുറിച്ചു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.